പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദേവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദേവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ താഴ്മയോടെ അങ്ങയോട് അപേക്ഷിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പ്രാർത്ഥനാവശ്യം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഡെയിലി ബ്രെഡിൻ്റെ കൂടെ നമ്മൾ വിളിക്കുന്ന പേര് അവർ ഡെയിലി ബ്രെഡ് എന്ന്. അല്ല, കർത്താവ് അന്നു വേണ്ട ആഹാരം കർത്താവിൻ്റെ പ്രാർത്ഥനയുടെ ഭാഗമാണ്. അപ്പം കർത്താവിൻ്റെ പ്രാർത്ഥനയോട് ചേർന്നാണ് നമ്മൾ ഇന്നത്തെ ആവശ്യങ്ങൾ സമർപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ പേര് ഇതിന് അവർ ഡെയിലി ബ്രെഡ് എന്ന് വിളിക്കാൻ കാരണം. അന്ന് വേണ്ട ആഹാരത്തിൻ്റെ പ്രെയർ കൺസെപ്റ്റ് കർത്താവിൻ്റെതാണ്. കർത്താവ് നമ്മളെ പഠിപ്പിച്ചതാണ്. കർത്താവെ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ ഇന്നത്തെ ആവശ്യത്തിനു വേണ്ടി ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ. അമ്മേ പരിശുദ്ധമേ, ദേവമാതാവേ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണത്തിനായി 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണത്തിനായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിൻ്റെ നാമത്തിൽ രോഗികൾ സൗഖ്യപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിൻ്റെ നാമത്തിൽ ജീവിത ഭാരങ്ങളിൽ ഇരിക്കുന്നവരെ ഈ പ്രാർത്ഥന കൊണ്ട് പ്രത്യേക ആശ്വാസം പ്രാപിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, സാധാരണ ആശുപത്രിയിൽ നിന്ന് ചികിത്സിച്ചിരുന്നവരെ ആ ചികിത്സയുടെ കുറവ് കാരണം വലിയ ആശുപത്രിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ തങ്ങൾക്ക് സംഭവിക്കുന്ന വിഷയത്തെക്കുറിച്ച് അപരാധികളും സാമ്പത്തികവും അല്ലെങ്കിൽ അപരിചിതമായ സ്ഥലത്തേക്ക് പറിച്ചു മാറ്റപ്പെടുമ്പോഴുണ്ടാകുന്ന വേദനയും, ആര് കൂടെ നിൽക്കും, ആര് സാമ്പത്തികമായി സഹായിക്കും, അങ്ങനെ ഓരോരോ കാര്യത്തെക്കുറിച്ച് ആന്തരികമായ വേവലാതി കൊള്ളുന്നവരെ കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ പ്രാർത്ഥന അവർക്കുള്ളതാണ്. ഞാൻ ഇന്ന് അർപ്പിച്ച കുർബാന പ്രത്യേകിച്ച് മക്കളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ അതിജീവിക്കുവാൻ
അവർക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഗർഭിണികളായ മക്കളുണ്ട്, അമ്മമാർ, അവിടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ടെർമിനേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ അവർക്കുണ്ടാകുന്ന ആത്മസംഘർഷങ്ങളെ പറഞ്ഞ് ഒതുങ്ങുന്നതല്ല. ഓരോരോ രോഗത്തെക്കുറിച്ച് ഓരോരുത്തർക്ക് കൊടുത്തിരിക്കുന്ന കാഴ്ചപ്പാടുകൾ തങ്ങൾ ഈ രോഗം കൊണ്ട് ഇനി വലയാൻ പോവുകയാണെന്ന് ചിന്തിച്ച് വിഷമിക്കുന്നവരുടെ മേൽ, ഓപ്പറേഷന് പേര് നിശ്ചയിച്ചിരിക്കുന്നവരുടെ മേൽ, അവരുടെ ഭവനങ്ങളുടെ മേൽ കർത്താവിൻ്റെ കാരുണ്യം ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയും കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സ്ഥിരീകരണത്തിനായി അൾത്താരെ നടത്തിയിട്ടുള്ള 10,000-കണക്കിന് ആരാധന ശക്തിയാൽ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലിക്ക് വേണ്ടി പരസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിസ എക്സ്പയർ ആവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വീണ്ടും വിസ അടിച്ചു കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കനിയണമേ, കർത്താവെ കനിയണമേ, ക്രിസ്തുവെ കനിയണമേ. കർത്താവെ, അങ്ങയുടെ പീഡാനുഭവത്തെ ഓർത്തും പഞ്ചക്ഷതങ്ങൾ ഓർത്തുകൊണ്ടും ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങയുടെ ദൃശ്യനെ സ്വീകാര്യമാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മുടി കൊഴിയുന്നവരുണ്ട് കർത്താവെ, കണ്ണിന് കാഴ്ച മങ്ങുന്നവരുണ്ട് കർത്താവെ, കണ്ണിന് ഓപ്പറേഷൻ ചെയ്യുന്നവരുണ്ട് കർത്താവെ. അങ്ങനെ എല്ലാവരും അങ്ങ് കണ്ണുകളെ സ്പർശിക്കണമേ. മൂക്കിൽ ദശ വളരുന്നവർ, ആന്തരികമായ അപകടങ്ങളിൽ ശിഷ്ടമുള്ളവരെ, കർത്താവ് ഞരമ്പുകൾ ബ്ലോക്കുള്ളവരെ എല്ലാവരെയും സമർപ്പിച്ച്, മുഴകളുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈശോ, ജോലിക്ക് പോയി ടെസ്റ്റ് എഴുതി കാത്തിരിക്കുന്നവരെ, 9 പ്രാവശ്യം പരീക്ഷ എഴുതിയിട്ടും തോറ്റുപോയവരെ, അങ്ങനെ പല പല എഴുത്തുകൾ, പല പല പരീക്ഷകൾ, പല പല ഇൻ്റർവ്യൂവിന് അവസാനം മനസ്സ് മടിഞ്ഞ് ഇനി എന്ത് ചെയ്യണമെന്ന് പോലും ഒരു എത്തും പിടിയില്ലാതെ തന്നോട് തന്നെ ദേഷ്യം, എല്ലാവരുടെയും ദേഷ്യമായിട്ട് പ്രാർത്ഥിക്കാൻ തോന്നാത്തവർ, ദൈവത്തോട് മാനസികമായ അകൽച്ചയുള്ളവർ, അവരെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യട്ടെ. കർത്താവ്, കാർഷിക മേഖലകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ദിവസം ജോലിക്ക് പോകുന്നവരെ, ദിവസം ജോലി ഇല്ലാത്തവരെ, വല്ലപ്പോഴും കൂടെ ഒരു ജോലി കിട്ടുന്നവരെ, അതുകൊണ്ട് കുടുംബം കഴിയാൻ പറ്റാത്തവർ, സാമ്പത്തിക ബാധ്യതയും കടകളും ഉള്ളവരെ, മാർച്ച് മാസം ജപ്തി നടപടി വന്ന് കിടക്കുന്നവരെ, ഇങ്ങനെ എല്ലാ തരങ്ങളിലും വേദന അനുഭവിക്കുന്നവരെ കർത്താവിൻ്റെ കാരുണ്യം ചൊല്ലിയിട്ട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പരീക്ഷ എഴുതുന്ന മക്കൾ, കർത്താവ്, പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന മക്കൾ, പരീക്ഷ എഴുതി തീർന്ന മക്കൾ, അവർ റിസൾട്ട് പ്രതീക്ഷിക്കുന്ന മക്കൾ, യോഗ്യതാ പരീക്ഷ, മത്സര പരീക്ഷ, അങ്ങനെ ഓരോ പരീക്ഷകളിലെയും കർത്താവെ, അവരുടെ പെർഫോമൻസ് വളരെ പൂറായിട്ടുള്ളവരുണ്ട്. ഈശോയെ, ആ കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവ് നിൻ്റെ കൃപ കൊണ്ട് മാത്രമേ അങ്ങനെ രക്ഷപ്പെടത്തുള്ളൂ. കർത്താവ്, അനുദപിക്കുന്ന എല്ലാവരും മേലും നിൻ്റെ അനുഗ്രഹം നൽകണം, ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ വിവാഹിതരെ, വിവാഹത്തിന് ഒരുങ്ങുന്നവർ, ജീവിതത്തിൽ പൊട്ടലും ചീത്തലും ഉണ്ടായിട്ട് ഡൈവേഴ്സിന് ഒരുങ്ങുന്നവർ, ഡൈവേഴ്സ് ആയവർ തിരിച്ചൊന്നിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ, ഇങ്ങനെ ലക്ഷോപലക്ഷം മനുഷ്യർ കർത്താവെ ഓരോരോ ജീവിത പ്രതിസന്ധികൾ വിഷമിച്ച് ജീവിക്കുന്ന കച്ചവടക്കാർ, തങ്ങൾക്കുള്ള കാർഷിക വിഭവങ്ങൾ വിറ്റുമാറ്റാൻ പറ്റാത്തവർ, കാർഷിക വിഭവങ്ങൾ കടന്നു പോയവർ, അതിൻ്റെ പേരിൽ തന്നെ പാട്ടത്തിനെടുത്ത് പൈസ വിലക്ക് പലിശ കൂടുന്നവർ, കർത്താവ് അങ്ങനെയൊക്കെ എടുത്ത് പലിശ കൂടുന്നതനുസരിച്ചുകൊണ്ട് ഇത് വിറ്റ് മാറ്റിയാലും കടക്കാരെ നിലനിർത്താൻ പറ്റാത്ത രീതിയിൽ എന്ത് ചെയ്യുമെന്നറിയാൻ പാടില്ലാതെ അടുത്ത വിളവെടുപ്പിന് വേണ്ടിയുള്ള സാമഗ്രികൾ സെറ്റ് ചെയ്യാൻ കഴിയാതെ വരുന്നവർ, മടുത്ത് തീർന്ന് തുലച്ച് എന്ത് ജീവിതമെന്ന് ഓർത്തുകൊണ്ട് ഭാരപ്പെടുന്നവർ, കർത്താവേ നീ അവരുടെ കരുണ തോന്നെ പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാത്തവർ, എൻ്റെ കർത്താവ് വഴിയില്ലാത്തവർ, നടവഴി പോലും നഷ്ടപ്പെട്ടവർ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തി, അസമാധാനമില്ലാത്ത കുടുംബങ്ങൾ, മദ്യലഹരിയിലും രാസലഹരിയിലുമൊക്കെ അടിപ്പെട്ടു പോയ കുടുംബങ്ങൾ, കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം അവിടെ മേൽ ചിന്തമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ദൈവശക്തി നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഹൃദയ പരമാർത്ഥതയോടെ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ദൈവം സമീപസ്ഥനാണ്. ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രമേയം പ്രസൻസാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ചിലർ മുല്ലപ്പൂ മണം, നറുമണം അനുഭവിക്കുന്നവരുണ്ട് മാതാവിൻ്റെ സാന്നിധ്യമായി. ചിലർ മഴവില്ല് കാണുന്നവരുണ്ട്, ചിലർ മാതാവിൻ്റെ സ്വപ്നം കാണും. അപ്പം അങ്ങനെ ഓരോരോ രീതിയിലുള്ള സ്വപ്നങ്ങൾ, ദർശനങ്ങൾ, വ്യത്യസ്തമായ രീതിയിൽ ദൈവത്തിൻ്റെ പ്രസൻസ് ആൾക്കാർ അനുഭവിക്കുന്നുണ്ട്. ദൈവമാതാവിൻ്റെ പ്രസൻസ് അനുഭവിക്കുന്ന ഒരു മാധ്യസ്ഥ, നിനക്ക് വേണ്ടി ദൈവദർശനതയിൽ മാധ്യസ്ഥം വഹിക്കാൻ ഒരാളുണ്ടെന്നുള്ള ഉറപ്പ് നിനക്ക് നൽകുന്നത് ഈ മുല്ലപ്പൂ സുഗന്ധങ്ങളിലൂടെയും മഴവെയിലിൻ്റെ ദർശനങ്ങളിലൂടെയും സ്വപ്നങ്ങളിലൂടെയൊക്കെയാണ്. അത്തരം പ്രസൻസിന് ഉപയോഗപ്രദമായ ഒരു വചനമാണ് അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കേണ്ട വചനമാണ്. അത് ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട വചനമാണ്. സങ്കീർത്തനം 145:18. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്
ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഐ വിൽ കം വിത്ത് യു വേറെവർ യു ഗോ. നമ്മൾ എപ്പോഴും പറയണതല്ലേ, നിങ്ങൾ എവിടെ പോയാലും ഞാൻ നിങ്ങളുടെ കൂടെ അവിടെ ഉണ്ടാകുമെന്ന്. അപ്പോൾ ദൈവത്തിന് വാക്ക് പാലിക്കും. പക്ഷെ നമുക്ക് അനുഭവവേദ്യമാകുക എന്നുള്ളത് ഇറ്റ്സ് അനദർ തിങ്. ദൈവം നമ്മളുടെ കൂടെ ഉണ്ട്. ഇപ്പം കർത്താവിനെ എന്താ പറഞ്ഞത്? ലോകത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പം ദൈവം എന്ന് പറയുമ്പോൾ അതിന് പൊള്ള വാക്കുകളോ പൊട്ട വാക്കുകളോ ഒന്നും പറയത്തില്ല. പൊയ് വാക്കുകളൊന്നും പറയത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ സത്യവേദ പുസ്തകം എന്ന് വിളിക്കുന്നത്. കർത്താവിൻ്റെ വചനം സത്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ, പക്ഷേ കർത്താവിൻ്റെ 2 വാഗ്ദാനങ്ങൾ എന്താണ്? കാലത്തിൻ്റെ അവസാനം വരെ. വായിച്ചേ, മത്തായി 28:20. യുഗാന്തം വരെ, യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് കർത്താവ് നൽകിയ അന്ത്യവാഗ്ദാനമാണ്. പഴയ നിയമത്തിൽ ഇതേ വാഗ്ദാനങ്ങളുണ്ട്. ഉടമ്പടിയുടെ പ്രധാന പ്രമേയങ്ങളൊന്നാണ് ജോഷുവ 1:9. നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഇത് ദൈവത്തിന്റെ വാഗ്ദാനമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് യാതൊരു കോംപ്രമൈസും ഇല്ല, ഒത്തുതീർപ്പില്ലാത്ത വാഗ്ദാനമാണ്. പക്ഷേ എൻ്റെ പ്രോബ്ലം എന്താ? 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, കാണാതെ നമ്മൾ വിശ്വസിക്കണം. ചിലത് നമുക്ക് കണ്ട് വിശ്വസിക്കുകയും ചെയ്യാം. 2 തരത്തിൽ ദൈവത്തിൻ്റെ പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യാം. ഒന്ന്, കാണാതെ വിശ്വസിക്കാം. രണ്ടാമത്തത് കണ്ട് വിശ്വസിക്കുക. ഇത് 2ൻ്റെയും ആൾ ആരാണ്? തോമാശ്ലീഹയാണ്. നമ്മൾ കാണാതെ വിശ്വസിക്കുന്ന കാര്യം പറയുമ്പോൾ മാത്രമേ തോമാശ്ലീഹനെ പ്രതിയാക്കും. അതല്ല, കണ്ട് വിശ്വസിക്കാൻ ഒരു ശിഷ്യന് അവകാശമുണ്ട്. യോഹന്നാൻ 20:29. യേശു അവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പൊ കാണാതെ ആണെങ്കിലും ചില ആൾക്കാർ നല്ല വിശ്വാസ വ്യാപ്തി പ്രാപിച്ചവരായിരിക്കും. അവരതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാൻ തയ്യാറായിരിക്കും. ആരാണ് വിശ്വാസത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്? അവരാണ് വിശ്വാസ വ്യാപ്തി പ്രാപിച്ചവർ. ഇപ്പം കൃപാസനം പത്രം തന്നെ ചില ആൾക്കാർ വെയിലത്തെ കൊണ്ടു നടന്നിട്ട് പറഞ്ഞ് അവരുടെ അനുഭവങ്ങൾ പറഞ്ഞ് അവർക്ക് ബോധ്യം വരുന്നവരെ പറയുന്ന ആൾക്കാരുണ്ട്. അത് അവർക്ക് വിശ്വാസ വ്യാപ്തിയാണ്. ചില ആൾക്കാർ ദൈവത്തെക്കാൾ അവരെക്കുറിച്ച് ചിന്തിക്കും. അയ്യോ, എന്നെക്കുറിച്ച് ആൾക്കാരെന്ത് വിചാരിക്കും ഞാനിങ്ങനെ പറയുമ്പോൾ. അപ്പം ദൈവത്തെക്കാൾ ഉപരി നമ്മളെക്കുറിച്ച് തന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ദൈവം നമ്മൾ തന്നെയല്ലേ? അങ്ങനെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഭജന എപ്പോഴും പറയണത്, നിങ്ങൾ ദൈവത്തെ ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കണം. കാര്യം പലപ്പോഴും നമ്മുടെ ദൈവം നമ്മൾ തന്നെയായിരിക്കും. ഇപ്പം നിങ്ങളൊരു അടയാളം കാണണമെന്ന് ആഗ്രഹിക്കണില്ലേ? അടയാളം കാണണമെന്ന് കർത്താവ് അടയാളം ചോദിക്കുന്നവരെ ശാസിക്കുന്നില്ലേ? നീ തലമുറ അടയാളം അന്വേഷിക്കുന്നൊക്കെ പറയത്തില്ലേ? നിങ്ങൾ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു എന്ന് പറയത്തില്ലേ? കാണാതെ വിശ്വസിക്കുന്നവരെ ഭാഗ്യവാന്മാർ ഇപ്പം പറഞ്ഞില്ലേ? അപ്പോഴീ അടയാളങ്ങൾ ആവശ്യപ്പെടുന്നവരോട് ഈശോ വളരെ ഒരു യുദ്ധകാല നടപടിക്രമങ്ങളാണ് ചെയ്യണത്. അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുമ്പോഴാണ് ക്രിസ്തുവിനെ അടയാളം കാണിക്കാൻ കഴിയുന്നത്. ആ കാനയിലെ വീട്ടുകാരന് അനുതാപമില്ല, അറിവ് പോലും ഇല്ല. ആരാണ് വീട്ടിൽ വന്നതെന്ന് പോലും ഒക്കെ ഐഡിയ ഇല്ല. അയാൾക്ക് അനുതാപമില്ല. അപ്പോൾ അയാൾക്ക് അനുതാപം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് സമയമായില്ലെന്ന് പറയത്തില്ലായിരുന്നു. അപ്പോൾ സമയമാക്കുന്നത് എന്താണ്? അനുതാപമാണ്. നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ ദൈവരാജ്യത്തിൻ്റെ സമയം സമാധാനമാക്കുന്നത് എന്താണ്? അനുതാപമാണ്. അതുകൊണ്ട് തന്നെ അനുതപിക്കുക, വിശ്വസിക്കുക, ദൈവരാജ്യം പ്രാപിക്കുന്നതിന് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കുക. എൻ്റെ പേര് റെനു തോമസ് വെള്ളക്കട, ഇരട്ടയാർ ഇടവാംഗമാണ്. ഞാൻ ഈ കൃപാസനത്തിൽ ആദ്യമായിട്ട് വരുന്നത് 2018-2019 പക്ഷെ ഞാൻ ഉടമ്പടി എടുക്കുന്നത് 5/8/2023 ഈ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ വിശുദ്ധ സ്ഥലത്ത് അമ്മയുടെ ഈ കൃപ കൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. അതിന് ഞാൻ അമ്മയ്ക്കും തിരുക്കുമാരനും എൻ്റെ ജീവനോളം നന്ദി ഞാൻ പറയുകയാണ്. എനിക്ക് കിട്ടിയ ആദ്യത്തെ ഉടമ്പടി നിയോഗത്തിൽ വെച്ച് ആദ്യമേ കിട്ടിയ അനുഗ്രഹം എന്ന് പറയുന്നത്,
ഞങ്ങൾ താമസിക്കുന്ന ഇടുക്കി ജില്ലയിലാണ്. അവിടെ ഭൂപ്രശ്നം അല്ലെങ്കിൽ പട്ടയം, കൈവശക്കാർക്ക് പട്ടയം കൊടുക്കുന്നതിൽ ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഇരട്ടയാറിൻ്റെ ക്യാച്ച്മെൻറ്റ് അല്ലെങ്കിൽ പത്തിച്ചങ്ങല എന്ന ഭാഗത്താണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. എന്താണെങ്കിലും 2011 ഞങ്ങൾ അപേക്ഷ കൊടുക്കുന്നു, ആ അപേക്ഷ തള്ളിപ്പോയി. രണ്ടാമത് ഞാൻ 2014 കൊടുക്കുന്നു, ആ അപേക്ഷയും കാണാതെ പോകുന്നു. 2016 കൊടുക്കുന്നു, അപേക്ഷ കാണാതെ പോകുന്നു. നാലാമത് 2019 കൊടുക്കുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടിയുടെ ആദ്യത്തെ ഉടമ്പടി കഴിഞ്ഞ രണ്ടാമത്തെ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് ഞാൻ പട്ടയത്തിന് വേണ്ടി അപേക്ഷ വെക്കുന്നത്. ആ പട്ടയ നടപടിയാൽ എൻ്റെ മനസ്സിൽ അമ്മ തോന്നിച്ചു, നിൻ്റെ പട്ടയ നടപടികൾ പൂർത്തീകരിക്കാനായിട്ട് എഴുതാൻ. അങ്ങനെ ഞാൻ രണ്ടാമതായിട്ട് ആദ്യമേ തന്നെ ഞാൻ എൻ്റെ ഉടമ്പടി നിയോഗങ്ങളിൽ ആദ്യമേ എഴുതുന്നത് പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം ലഭിക്കണമെന്നും പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ നിറഞ്ഞ് പ്രാർത്ഥിക്കണമെന്നും അമ്മയും തിരുക്കുമാരനെയും കൂടുതൽ അറിയാനായിട്ട് ഈ എളിയ പാപിയെ സഹായിക്കണമെന്നുമായിരുന്നു. എന്താണെങ്കിലും മാതാവ് പറഞ്ഞനുസരിച്ച് തന്നെ ഞാൻ പട്ടയ നടപടികൾ പൂർത്തീകരിച്ച് തരാനായിട്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി നിയോഗമായ രണ്ടാമത്തേതിൽ ഞാൻ എഴുതി എൻ്റെ പട്ടയ നടപടികൾ സാധിച്ചു തരണം. ഞാനിവിടുന്ന് ഉടമ്പടി എടുത്ത് ചെന്നതിൻ്റെ 3-ാമത്തെ ദിവസം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു വ്യാഴാഴ്ച, ഇത്രയും കാലം ഈ 12 കൊല്ലമായിട്ട് തടസ്സമായിട്ട് കിടന്ന എൻ്റെ പട്ടയ നടപടികൾ പുനരാരംഭിക്കുന്നുവെന്ന് കണ്ടുകൊണ്ട് LA ലാൻഡ് അസസ്മെൻറ്റ് ഓഫീസിൽ നിന്ന് എനിക്കൊരു അറിയിപ്പ് കിട്ടുന്നു. നിങ്ങൾ ആവശ്യമായിട്ടുള്ള പ്രമാണങ്ങളുമായിട്ട് LA എത്രയും വേഗം എത്തിച്ചേരുക, നിങ്ങളുടെ പട്ടയ നടപടികൾ പുനരാരംഭിക്കുവാൻ ഗവൺമെൻറ്റിൽ നിന്ന് ഓർഡർ വന്നിരിക്കുന്നു. ഞാൻ വളരെയധികം സന്തോഷിച്ചു. മാതാവ് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നുണ്ട് എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം എനിക്ക് അപ്പോൾ ഉണ്ടായി. ഞാൻ LA ചെന്നു. LA ചെന്ന് ബാക്കിയുള്ള പേപ്പറുകളും എൻ്റെ കൈവശരേഖകളും പ്രമാണങ്ങളും എല്ലാം ഞാൻ സമർപ്പിച്ചു. അതെല്ലാം അവർക്ക് ബോധ്യമായി. അതിനുശേഷം പെട്ടെന്ന് തന്നെ എനിക്ക് അറിയിപ്പ് കിട്ടുന്നത്, നിങ്ങളുടെ അതിരുകളെല്ലാം ശരി ക്ലിയറായിട്ട് വെക്കുക, കാരണം ഞാൻ കളക്കണം, റീസർവേ വേണം. അങ്ങനെ റീസർവേ നടക്കുന്നു. സമയബന്ധിതമായിട്ട് തന്നെ റീസർവേ മാതാവിൻ്റെ കൃപ കൊണ്ട് നടക്കുന്നു. പട്ടയ നടപടികളെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്താണ് പെട്ടെന്നൊരു ഓർഡർ വരുന്നത്. 2017 ശേഷമുള്ള ഒരു പട്ടയവും കൊടുക്കാൻ പാടില്ലെന്നുള്ള നമ്മുടെ കളക്ടർ ഉത്തരവ് വരുന്നു. അപ്പോൾ ഞാൻ വിഷമിച്ചു. കാരണം ഞാൻ 2011 അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നതെങ്കിലും ലാസ്റ്റത്തെ അപേക്ഷ സമർപ്പിച്ചത് 2019 അപ്പോൾ ഞാൻ മാതാവിനോട് പറയുന്നു, മാതാവ് ഇതൊരു പരീക്ഷണമാണല്ലോ. എന്താണേലും ഞാൻ കളക്ടറെ നേരിട്ട് കാണാനായിട്ട് തീരുമാനിക്കുന്നു. ഇടുക്കി കളക്ടറേറ്റിൽ ഞാൻ ചെല്ലുന്നു. ഞാൻ ചെല്ലുന്നത് ഏതാണ്ട് ഒരു 12 മണി സമയത്തോടമാണ് ചെല്ലുന്നത്. അപ്പോൾ എനിക്കറിയാം കറക്റ്റായിട്ട് ലഞ്ച് ബ്രേക്കിന് കളക്ടർ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കളക്ടർക്ക് വേറെ പ്രോഗ്രാമിന് പോകും. ഞാൻ അവിടെ എന്താണെങ്കിലും ഞാൻ ഇവിടെ സാക്ഷ്യങ്ങൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഉടമ്പടി ഉപ്പ്. അങ്ങനെയാണ് എനിക്ക് ഉടമ്പടി ഉപ്പിനെ പറ്റി ബോധ്യം വരുന്നത്. ഞാൻ സകല ഉടമ്പടി ഉപ്പ് വിശ്വാസ പ്രമാണവും പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയും ചൊല്ലി എടുത്തുകൊണ്ട് പോകുന്നു. ഞാൻ അവിടെ കൊണ്ടുപോയി ആരും ചവിട്ടി മെതിക്കാത്ത സ്ഥലത്ത് ഈ ഉടമ്പടി ഉപ്പ് നിക്ഷേപിച്ചിട്ട് ഞാൻ അമ്മയോട് പറയുന്നു, അമ്മ എന്നെ സഹായിക്കണം. 12 മണിയായി, 1 മണിയാകുമ്പോഴത്തേനും, കാരണം 24 പേരുള്ള മോളിൽ 25ാമത്തെ ടിക്കറ്റാണ് എനിക്ക്, ടോക്കണാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് കളക്ടറെ കാണാൻ പറ്റുകയില്ല. അത് മറ്റുള്ള ആരുടെയും അവകാശം ലംഘിക്കാനല്ല, എൻ്റെ ഈ നടപടി ഒന്ന് പൂർത്തീകരിച്ച് കിട്ടാൻ വേണ്ടിയാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചതും. എന്താണ് ഞാൻ ഉപ്പിട്ട് കഴിഞ്ഞപ്പോൾ അവിടുന്ന് ആമീൻ ഇറങ്ങി വന്നിട്ട് ആ വാതിൽക്ക് നിന്ന് എന്നെ വിളിക്കുകയാണ്. അപ്പം ഞാനോർത്ത് എൻ്റെ അടുത്തിരിക്കുന്ന ആളെയാണെന്ന്. അപ്പം പറഞ്ഞല്ല, താങ്കളെ തന്നെയാണ് വിളിക്കുന്നത്, നിങ്ങൾ കയറി വരാൻ പറയുന്നു. എന്താണെങ്കിലും അവിടെ ചെല്ലുന്നു. ഞാൻ കൈയും കെട്ടിയൊക്കെ വളരെ ഭവ്യതയോടെ നിൽക്കുന്നു. എന്നോട് പറഞ്ഞു ഇരുന്നോളാൻ പറഞ്ഞു. ഇല്ല, ഞാൻ പറഞ്ഞില്ല മാം, ഞാൻ നിന്നോളാം, നിങ്ങൾക്കൊക്കെ ഇരിക്കാൻ വേണ്ടിയായി കസേര എന്നോട് പറയുന്നു. ഞാൻ അവിടെ ഇരുന്നു. എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്നത്. ഞാൻ ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നു. കളക്ടർ അത് വായിച്ച് നോക്കിയിട്ട് എന്നോട് ചോദിക്കുകയാണ്, അപ്പോൾ ഞാൻ ഉത്തരവിട്ടതാണോ കുഴപ്പമായെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മാം അങ്ങനല്ല, 2011 ഞാൻ അപേക്ഷ വെക്കുന്നു, ആ അപേക്ഷ കാണാതെ പോകുന്നു. വീണ്ടും ഞാൻ 2014 വെക്കുന്നു, ആ അപേക്ഷ സർവേയർ കൊണ്ടുപോയെന്ന് പറഞ്ഞു, അത് നഷ്ടപ്പെട്ടു പോകുന്നു. ഞാൻ അങ്ങനെ ഈ ഓഫീസുകളിൽ കയറി മടുത്തു. അതുകൊണ്ടാണ് ഞാൻ 2019 വെച്ചത്. പക്ഷേ മാം ഉത്തരവിട്ടേക്കുന്നത് 2017 ശേഷമുള്ള അപേക്ഷകളൊന്നും പരിഗണിക്കേണ്ട, അതുകൊണ്ട് എനിക്ക് മുൻകാല പ്രാബല്യത്തോടെ എൻ്റെ അപേക്ഷ ഒന്ന് പരിഗണിച്ചാൽ മതി എന്ന് പറയുന്നു. അപ്പോൾ എൻ്റെ പേര് തന്നെ വിളിച്ചിട്ട് ആ മാം എന്നോട് പറയുകയാണ്, റെനു, ഞാൻ അങ്ങനെ ഉത്തരവിട്ടത് എന്തുകൊണ്ടാണെന്ന് താങ്കൾക്ക് അറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല. അതേ, പൈസ ഉള്ളവരൊക്കെ എടുക്കുന്നുള്ളൂ, പാവങ്ങൾക്ക് കിട്ടുന്നില്ല, ഒത്തിരി പട്ടയ നടപടികൾ ഇവിടെ കുടിശ്ശിയായിട്ട് കിടക്കുവാണെന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു, മാം എന്താണെങ്കിലും എനിക്ക് മുൻകാല പ്രാബല്യത്തോടെ തന്നാൽ ഉപകാരമായിരിക്കുമെന്ന് പറയുന്നു. എന്താണെങ്കിലും എന്തോ അവിടെ ഇരുന്ന് പച്ചമഷിക്ക് വെരി എമർജൻസി എന്ന് മാത്രമേ ഞാനിത് വായിച്ചുള്ളൂ. അതെനിക്ക് വായിക്കാൻ പറ്റുള്ളൂ, കാരണം എൻ്റെ ഓപ്പോസിറ്റല്ലേ ഇരിക്കുന്നത് മാം. അന്ന് എഴുതിയിട്ട് എന്നോട് പറയുന്നു, എൻ്റെ കൂടെ നിന്ന്, അതായത് അവിടുത്തെ ആമീനെയും കൂട്ടി പറയുന്നു, ഇതാ മനോജ് സാറിൻ്റെ ക്യാമിൽ കൊടുത്തേക്കാൻ പറയുന്നു. അപ്പോൾ ഞാൻ താങ്ക്സ് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നു. അപ്പോൾ എന്നോട് ഈ ആമീൻ ചോദിക്കുകയാണ്, ആരെ കൊണ്ടേലും വിളിച്ച് പറയിപ്പിച്ചായിരുന്നോ? ഞാൻ പറഞ്ഞു, ആരെക്കൊണ്ടും വിളിച്ച് പറയിപ്പിച്ചില്ല, പക്ഷേ ഒരാൾ എനിക്ക് വേണ്ടി മാമിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതാരാണെന്ന് ചോദിച്ചു, എന്നോട് ചോദിച്ചു. അപ്പം കുറച്ച് ദൂരമുണ്ട് വേറെ ഒരു ക്യാമ്പിലേക്ക് പോയി. ഞാൻ പറഞ്ഞത് കലബൂരാണ്, കൃപാസന മാതാവെന്നാണ് പേരെന്ന് പറഞ്ഞു. പുള്ളിക്ക് അത് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. അങ്ങനെയാണ് എൻ്റെ പട്ടയം കിട്ടുന്നത്. അതും ഒരു രസമുണ്ട്. എൻ്റെ പട്ടയമെല്ലാം കിട്ടി, എൻ്റെ തൻ്റെ പേര് പിടിച്ച് പേരിൽ കരം കെട്ടി കഴിഞ്ഞ്
2 ദിവസം കഴിഞ്ഞപ്പോൾ ഹൈക്കോടതി പട്ടയം റദ്ദ് ചെയ്യുന്നു. പക്ഷേ എൻ്റെ തണ്ടപ്പേര് പിടിച്ചതുകൊണ്ടും എനിക്ക് കരമടയ്ക്കാൻ പേര് കൂട്ടി കരം കെട്ടാൻ സാധിച്ചതുകൊണ്ടും എൻ്റെ പട്ടയം റദ്ദായിട്ടില്ല ഇപ്പം വരെ. അതും മാതാവ് സമയബന്ധിതമായി സമയത്തിന് മേൽ അധികാരമുള്ള പരിശുദ്ധ കന്യാമറിയും കൃപാസന പ്രസാദമര മാതാവ് ഇടപെട്ടതാണെന്നാണ് എൻ്റെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം. എൻ്റെ രണ്ടാമത്തെ സാക്ഷി ഞാൻ പറയുന്നത്, ഏതാണ്ട് ഒരു 13 വയസ്സ് തൊട്ട് എൻ്റെ ഇടത്തെ കാലിന് ഒരു ഒക്കേഷനിൽ ഒരു സീസണബിലി ഒരു അസുഖം വരുമായിരുന്നു. ഭയങ്കരമായിട്ട് മസിൽ പെയിൻ വരുമായിരുന്നു. അത് ഈ മഴക്കാറൊക്കെ ഇങ്ങനെ മുകളിൽ കൂടിയിട്ട് മഴ പെയ്യാത്ത സാഹചര്യത്തിൽ ഞാൻ കിടന്നുറങ്ങിയിട്ടില്ല. രാത്രി 12 മണി 1 മണിയൊക്കെ ആകുമ്പോഴത്തേന് ഈ മസിൽ ഉരുണ്ട് കയറും. അങ്ങനെ ഒരു അസുഖം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ മെഡിസിനൊന്നും എടുക്കാൻ പോയില്ല. പക്ഷേ കൃപാസന തൈലം അതാണ് എൻ്റെ ഏറ്റവും വലിയ മെഡിസിന്. ഞാൻ പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയിൽ എനിക്ക് വേദനയുള്ള സമയങ്ങളിലൊക്കെ ഞാൻ അമ്മയോട് പറഞ്ഞിട്ട്, അമ്മയുടെ മഹത്വത്തിന് വേണ്ടി, അങ്ങേൻ്റെ തിരുക്കുമാരൻ്റെ മഹത്വത്തിന് വേണ്ടി എൻ്റെ ഈ വേദന കുറച്ച് തരണമേന്ന് പറഞ്ഞ് ഞാൻ ചെല്ലി ഈ ഉടമ്പടി തൈലം ഞാൻ പ്രയോഗിച്ചു, പലപ്പോഴായിട്ട് പ്രയോഗിച്ചു. പക്ഷേ ഇപ്പം വരെ എനിക്ക് പിന്നെ ആ വേദന ഉണ്ടായിട്ടില്ല. അതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. അതാണ് എൻ്റെ ഉടമ്പടി തൈലത്തിൻ്റെയും ഉപ്പിൻ്റെയും ശക്തിയാണ് ഞാൻ പറയുന്നത്. എൻ്റെ അമ്മയുടെ സാന്നിധ്യമാണ് ഞാൻ ഈ സാക്ഷ്യമായിട്ട് നിങ്ങളോട് പറയുന്നത്. എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യമെന്ന് പറയുന്നത്, എൻ്റെ വിലപ്പെട്ട രേഖകളെല്ലാം കൂടെ കൂടിയുള്ള ഒരു ഫോൺ നഷ്ടപ്പെട്ടു. ഞാൻ പോകുന്ന വഴിക്ക് അത് മിസ്സായി പോയി. അപ്പോൾ ഞാൻ വളരെയധികം വിഷമിച്ചു. കാരണം എനിക്ക് ഒരു വിലപ്പെട്ട രേഖകളായിരുന്നു അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. എന്താണെങ്കിലും ഞാൻ ആ ഫോണിലേക്കൊന്ന് വിളിച്ചു. ആദ്യമേ ഒരു റെസ്പോൺസും കിട്ടിയില്ല. രണ്ടാമത് ഞാൻ വിളിച്ചു, അന്നപ്പോൾ ഒന്ന് സ്വിച്ച് ഓഫ് ആയി. മൂന്നാമത് ഞാൻ വിളിച്ചപ്പോൾ ഒരു വ്യക്തി എടുത്തു. എന്നിട്ട് എന്നോട് ചോദിച്ചു, ഇന്ന ആളാണോ? അതെ. ഞങ്ങൾ എവിടെ ഈ ഫോൺ കൊണ്ട് വരേണ്ടത്? ഫോൺ ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. ഏതാണ്ട് ഒരു 5 കിലോമീറ്റർ, എൻ്റെ വീട്ടിൽ നിന്ന് 5 കിലോമീറ്റർ അപ്പുറം അവർ വരാമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെന്ന് ഞാൻ ഈ ഫോൺ മേടിക്കുന്നു. അതും കൃപാസന മാതാവ് ഇടപെട്ടത്. അതിന് മുമ്പായിട്ട് ഞാൻ എൻ്റെ പഴയൊരു ഫോൺ എടുത്തിട്ട് ഈ ഉപ്പും തൈലവും ഈ ഫോണിൽ പുരട്ടി പ്രാർത്ഥിച്ചു. അതുകൊണ്ട് മാത്രം അത് കിട്ടിയത്. അത് ഞാൻ അവർ ചെന്നപ്പോൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് ഇത് എനിക്ക് തരുന്നത്. അവരെ ഞാൻ കണ്ടിട്ടില്ല അതിന് മുമ്പ്. അപ്പം ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് ഇത് കിട്ടിയത്? അപ്പം പറഞ്ഞു, ഞങ്ങൾ വണ്ടിക്ക് ഇങ്ങനെ വരുമായിരുന്നു. അപ്പോൾ ഇത് വഴിയിൽ ഈ ഫോണ് ചെളിക്കകത്ത് താന്നിട്ട് നേരെ നിൽക്കുകയായിരുന്നു. അപ്പോൾ മാതാവിൻ്റെ പടമാണ് ഞാൻ വിളിച്ചപ്പം തെളിഞ്ഞു വന്നത്. അത് ഇല്ലായിരുന്നില്ല എൻ്റെ ജീവിതത്തിൽ വളരെയധികം പ്രോബ്ലം ഉണ്ടാകുമായിരുന്നു. അതും എൻ്റെ കൃപാസന മാതാവിൻ്റെ തിരുത്തൈലവും ഉപ്പും ഞാൻ പ്രയോഗിച്ചുകൊണ്ടാണ് അത് ലഭിച്ചതെന്നാണ് ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നത്. മൂന്നാമതായിട്ട് എൻ്റെ പിതാവ് ഏതാണ്ട് ഒരു 62 കൊല്ലമായിട്ട് പുകവലിക്കുമായിരുന്നു. എന്താണെങ്കിലും ഉടമ്പടി തൈലം ഉപയോഗിച്ചതുകൊണ്ട് എൻ്റെ പിതാവിൻ്റെ പുകവലിശീലം ഏതാണ്ട് 18-19 മാസമായിട്ട് ഇപ്പോൾ വരെ ഒരു സിഗരറ്റ് പോലും വലിച്ചതായിട്ട് എനിക്കറിവില്ല, വലിച്ചിട്ടുമില്ല. അത് ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലത്തിൻ്റെ ശക്തി കൊണ്ടാണെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. എന്താണെങ്കിലും എൻ്റെ ഈ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ, മാതാവിൻ്റെ പാദം തിരിഞ്ഞ ഈ പുണ്യഭൂമിയിൽ വന്ന് വളരെ കാലമായിട്ട് ഞാൻ സാക്ഷ്യം പറയണമെന്ന് ആഗ്രഹിക്കുകയായിരുന്നു. അതിന് അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചതിനെ ഓർത്ത്, അല്ലെങ്കിൽ അനുവദിച്ചതിനെ ഓർത്ത് അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 മാത്രം ഞാൻ പറയുന്നു. കാരുണ്യ പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തത്, ഇവിടുന്ന് കിട്ടുന്ന പത്രം സമയബന്ധിതമായിട്ട് തന്നെ ഞാൻ അതിൻ്റെ കൂടെ അത്രയും തന്നെ ഉടമ്പടിയല്ല കാശ് രൂപം മേടിക്കും സ്റ്റാളിൽ നിന്ന്. അതും കൂടെ കൂട്ടിയാണ് കൊടുക്കുന്നത്. പിന്നെ ആരെങ്കിലും കിടപ്പ് രോഗികളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ മാതാവിനെ അനുവാദം ചോദിച്ചിട്ട് ഈ തൈലം ഉപ്പും തേനൊക്കെ അവർക്ക് കൊടുക്കും. എന്നിട്ട് അവിടെ നിന്ന് പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയൊക്കെ ചെല്ലിയാണ്. അല്ലാതെ പത്രം വെറുതെ കൊടുത്തിട്ട് ഞാൻ പോവുകയല്ല. അവരോട് ചോദിക്കും, നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഒരുപാട് പേർക്ക് രോഗസൗഖ്യമൊക്കെ കിട്ടിയിട്ടുണ്ട്. രണ്ടാമത് ഞാൻ ഈ കേരളത്തിലെ 14 ജില്ലകളിലും ഉടമ്പടി പേപ്പർ മേടിച്ച് എല്ലായിടത്തും പൂർണ്ണമായിട്ട്, എല്ലാ ജില്ലകളിലും പൂർണ്ണമായിട്ടില്ല, ഒരു സിറ്റിയിലെങ്കിലും ഞാൻ വിതരണം ചെയ്തിട്ടുണ്ട്. കൂടാതെ ഞാൻ ബംഗാളി പേപ്പർ മേടിച്ച്, ഞങ്ങൾക്ക് തന്നെ പണിക്കാരുണ്ട്, ഞങ്ങളുടെ അടുത്ത് പണിക്കാരുണ്ട്, അവർക്കെല്ലാം ബംഗാളിലുള്ള പേപ്പർ മേടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ തമിഴ് പേപ്പർ, ഞങ്ങൾ തമിഴ്നാടിനോടനുബന്ധിച്ച് കട്ടപ്പനയല്ല താമസിക്കുന്നത്. അപ്പം തമിഴ് പേപ്പർ പിടിച്ച കമ്പം, തേനി, കോയമ്പത്തൂർ വരെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇംഗ്ലീഷ് എല്ലാ ജില്ലകളിലും തന്നെ കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ 14 ജില്ലകളിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉടമ്പടി പേപ്പർ ഞാൻ വീട്ടിൽ കൊണ്ട് അന്നേരം തന്നെ വെക്കുമല്ലോ, പിറ്റേ ദിവസം തന്നെ കൊടുത്തു തീർക്കും. പിന്നെ ഞാൻ ഇടയ്ക്ക് ഇവിടെ തിരിയും സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് വരുമ്പം തന്നെ ഉടമ്പടി പേപ്പർ മേടിച്ചുകൊണ്ടാണ് പോകുന്നത്. ആ കൂടെ കാശ് രൂപയോ കൊന്തയോ എന്തെങ്കിലുമൊക്കെ മേടിക്കും. പിന്നെ പ്രാർത്ഥനാ പുസ്തകം, പ്രതിഷ്ഠീകരണത്തിൻ്റെ ഉടമ്പടി പുതുക്കലിൻ്റെയും പ്രാർത്ഥനാ പുസ്തകം ആവശ്യമുള്ളവർക്ക് മേടിച്ച് കൊടുക്കും. ഞാൻ ഈ സാക്ഷിയൊക്കെ ഓരോ വീട്ടിലും ചെന്ന് എനിക്ക് കിട്ടിയ അനുഭവങ്ങളൊക്കെ പറഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു 10-20 പേരെ ഞാൻ സ്വന്തമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു 50 പേരോളം വന്നിട്ടുമുണ്ട്. അതിൽ ഒരു 10-40 പേർക്ക് നിയോഗങ്ങളൊക്കെ പൂർത്തീകരിച്ചതായിട്ട് എന്നോട് പറയുകയും ചെയ്തിട്ടുണ്ട്. പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം 15 ദിവസത്തിനുള്ളിൽ മസ്റ്റായിട്ടും കുമ്പസാരിക്കും. ഒറ്റ ഞായറാഴ്ച പോലും ദിവ്യകാരുണ്യം അതിനെ ഉള്ളിൽ സ്വീകരിക്കാതിരുന്നിട്ടില്ല. ഇനിയും എനിക്ക് ഞങ്ങളുടെ അടുത്ത ഒരു അന്തോണിസ് പുണ്യാളൻ്റെ കപ്പേളയുണ്ട്. അതെല്ലാ ചൊവ്വാഴ്ചയും ആ കപ്പേളയിൽ പോലും ഒവേന കൂടുന്നതിന് മുമ്പായിട്ട് അവിടെ കൺവെൻഷ്യൽ ഫാദേഴ്സിൻ്റെയാണ്, അവിടെ കുമ്പസാരമുണ്ട്. എല്ലാ ആഴ്ച തന്നെ ഞാൻ കുമ്പസാരിക്കാൻ ശ്രമിക്കും. ചിലപ്പോൾ വലിയ ആളാണെങ്കിൽ ഞാൻ 15 ദിവസം പൂർണ്ണമായിട്ടും 15 ദിവസത്തിൽ പൂർണ്ണമായിട്ടും കുമ്പസാരിക്കും. പിന്നെ ഞാൻ ബുധനാഴ്ചയും ശനിയാഴ്ചയും അന്ന് ഒരു നേരമേ ഭക്ഷണം കഴിക്കുകയുള്ളൂ. ആ ഭക്ഷണത്തിൻ്റെ നമുക്ക് എത്രയാകുന്നുണ്ടോ അത് ഞാൻ മാറ്റിവെച്ച് കാരുണ്യ പ്രവർത്തനത്തിനായിട്ട് വിനിയോഗിക്കും. അതുപോലെ തന്നെ എൻ്റെ എന്തെങ്കിലും ഒരു സാമ്പത്തിക സഹായത്തിനായിട്ട് ഒരാൾ ഹ്യൂജായിട്ടുള്ള എമൗണ്ട് ഒന്നും കൊടുക്കുകയില്ല, എന്നാലും എൻ്റെ വരുമാനത്തിന് ഉള്ള ഒരു രീതിക്ക് തകുതിക്കുള്ള പൈസയൊക്കെ ഞാൻ കൊടുക്കും. രോഗികൾക്കും
അനാഥർക്കൊക്കെ കൊടുക്കും. അതൊക്കെയാണ് എൻ്റെ ചെയ്തേക്കുന്നത്. ഇതൊക്കെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്. മാതാവും തിരുക്കുമാരനും എനിക്ക് തന്നേക്കുന്ന അനുഗ്രഹങ്ങളും സ്നേഹമൊക്കെ വെച്ചാണ് ഇത് കുറവാണ്. എന്താണെങ്കിലും ബാക്കിയുള്ള അനുഗ്രഹങ്ങളും മാതാവ് തിരുക്കുമാരിൽ നിന്ന് മേടിച്ചു തരുമെന്നാണ് എൻ്റെ ആഗ്രഹം. ഹെബ്രായർക്കുള്ള ലേഖനം 4-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ, അതിനാൽ വേണ്ട സമയത്ത് കാരുണ്യവും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം. കൃപാവരത്തിൻ്റെ സിംഹാസനത്തിൽ നമ്മെ പരിചയപ്പെടുത്തുന്നതിന് ഒരാളുണ്ട്. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ഇടയിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന പരിശുദ്ധ കന്യകാമറിയം അമ്മയാണ് ഈശോയുടെ അടുത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുക. അങ്ങനെ ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ ശതാധിപൻ 7-ാം അധ്യായത്തിൽ ചില യഹൂദ പ്രമാണികൾ യേശുവിൻ്റെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട്. അതായത് തൻ്റെ ഭൃത്തിനെ സുഖപ്പെടുത്തണമേ എന്ന് ശതാധിപൻ യഹൂദ പ്രമാണികളെ വിട്ട് ഈശോയോട് പറയുമ്പോൾ ആ വ്യക്തികൾ ഈശോയോട് പറയുന്നുണ്ട്, നീ ഇത് ചെയ്തു കൊടുക്കാൻ അവൻ അർഹനാണ്, എന്തെന്നാൽ അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. പരിശുദ്ധ അമ്മ ഈശോയുടെ അടുത്ത് നമുക്ക് വേണ്ടി ഓരോന്ന് പറഞ്ഞു കൊടുക്കും. അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന അമ്മയുടെ ആ തിരുവചനം, ആ വചനമനുസരിച്ചുള്ള ഒരു ഉടമ്പടി ജീവിതം ഓരോ മക്കളും ഓരോ കുടുംബവും നയിക്കുമ്പോൾ അമ്മ പറയും, നീ ഇത് ചെയ്തു കൊടുക്കാൻ ഈ മകൻ അർഹനാണ്, ഈ മകൾ അർഹയാണ്. അവൻ പറയുന്നത് പോലെ ചെയ്യുന്ന ഒത്തിരിയേറെ അനുഭവങ്ങൾ തൻ്റെ ജീവിതത്തിൽ താൻ ഉടമ്പടി എടുത്തപ്പോൾ മുതൽ ചെയ്യുന്നത് എന്താണെന്നൊക്കെ ഇവിടെ റേനു തോമസ് പറയുന്നുണ്ട്. ഇവിടെ എങ്ങനെയാണ് സമയബന്ധിതമായി തൻ്റെ കാര്യം നടന്നു കിട്ടുക? 12 വർഷമായി തങ്ങൾക്ക് പട്ടയം സ്വന്തമായിട്ടില്ല. ഇടുക്കിയിലെ ഇരട്ടയാർ പ്രദേശത്ത് ഭൂമിയുടെ അവസ്ഥയൊക്കെ എങ്ങനെയൊക്കെയാണ് പട്ടയത്തിൻ്റെയൊക്കെ കാര്യം, ഇതെല്ലാം നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് ഈ മകൻ എത്ര പ്രാവശ്യം 2011 മുതൽ തനിക്ക് പട്ടയം കിട്ടുന്നതിന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കുന്നതാണ്. അതെല്ലാം നഷ്ടപ്പെട്ടു പോയി എന്നാണ് ഓഫീസിൽ പിന്നീട് അന്വേഷിക്കുമ്പോൾ പറയുക. പിന്നീട് ഉടമ്പടി എടുത്ത് താൻ ഈ കാര്യമൊന്നും വെച്ചില്ല, പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയണം, അതാണ് ഏറ്റവും ആദ്യത്തെ നിയോഗം. ആദ്യത്തെ ഉടമ്പടി നിയോഗവും ഉടമ്പടി എടുക്കുമ്പോഴും അതായിരുന്നു. രണ്ടാമത് പുതുക്കാൻ വന്നപ്പോഴും അത് തന്നെ വെച്ചു. മനസ്സിൽ അമ്മ തോന്നിച്ചു എന്നാണ് പറയുക, നിൻ്റെ ഭൂമിയുടെ കാര്യം നീ എഴുതുക, സമയബന്ധിതമായി അത് നിനക്ക് ചെയ്തു കിട്ടണമെന്ന് നീ എഴുതുക എന്ന് തൻ്റെ ഉള്ളിൽ തന്നോട് പറയുന്ന ഒരു സ്വരം. പെട്ടെന്ന് തന്നെ ഈ മകനത് നിയോഗം വയ്ക്കുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം തനിക്ക് ഓഫീസിൽ നിന്ന് കോള് വരുന്നതും പിന്നീട് അങ്ങോട്ട് തടസ്സങ്ങളൊക്കെയാണ്. അതായത് ഇനി ഇത് കിട്ടാൻ യാതൊരു ചാൻസും ഇല്ല, ഓൾറെഡി കളക്ടർ ഉത്തരവിട്ടു, ഏത് വർഷം മുതലുള്ളവർക്കാണ് ഇത് ലഭിക്കുക എന്നൊക്കെ. അപ്പോൾ പിന്നീട് വരുന്നതൊക്കെ തടസ്സങ്ങളാണ്. എന്നാൽ ദൈവത്തിൻ്റെ മഹത്വം പ്രകടമാക്കാൻ വേണ്ടി വരുന്ന തടസ്സങ്ങൾ, ലാസർ മരിച്ചു കഴിയുമ്പോൾ ഇത് ദൈവമഹത്വം പ്രകടമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മരണമായിട്ടാണ് ലാസറിൻ്റെ മരണത്തെ ഈശോ തിരുവചനങ്ങളിലൂടെ നമ്മോട് പറയുക. അതുപോലെ തന്നെ പിന്നീട് ഈ മകൻ എങ്ങനെയാണ് കളക്ടറിനെ നേരിട്ട് കാണാനായിട്ട് പോകാൻ സാധിക്കുന്നതെന്നും അവിടെ ചെന്നതിന് ശേഷം തനിക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു സ്വീകരണമോ ഒന്നുമല്ല, അതായത് തന്നോടൊരു വാക്കുപോലും പറയാത്തവർ വലിയൊരു സ്വീകരണം തനിക്ക് തരുന്നു. തൻ്റെ കൂടെയുള്ളത് ഉടമ്പടി കാശുരൂപം, വെഞ്ചരിച്ച ഉപ്പ്, ഇതൊക്കെ കൊണ്ടാണ് ഈ മകൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ പരിശുദ്ധ അമ്മയെയും കൊണ്ട് പോകുമ്പോൾ അമ്മയ്ക്കാണ് അവിടെ സ്വീകരണം കിട്ടുക, ഈശോയാണ് അവിടെ മഹത്വപ്പെടുക. പിന്നീട് എത്ര പെട്ടെന്ന് തൻ്റെ പേപ്പറുകളുടെ കാര്യമൊക്കെ ക്ലിയറായി 90 ദിവസത്തിനുള്ളിൽ തന്നെ പട്ടയം കൈകളിൽ കിട്ടുന്നു. അപ്പോഴാണ് അടുത്ത ഓർഡർ, അതായത് പിന്നീട് ആ ഒരു കാലയളവിലുള്ളവർക്ക് ഇനി പട്ടയം കൊടുക്കണ്ട, തനിക്ക് അതിൻ്റെ എല്ലാ ആധാരവും തണ്ടാധാരവും ഒക്കെ കിട്ടിക്കഴിഞ്ഞതുകൊണ്ട് തനിക്ക് വീണ്ടും ഒരു പ്രശ്നവും ഉണ്ടായില്ല. തന്നെ പോലെ ഇനിയും എത്രയോ പേർക്ക് അവിടെ കിട്ടാനുണ്ടെന്നാണ് ഈ മകൻ പറയുക. ആരാണ് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ സംസാരിച്ചത് കളക്ടറിനോടെന്ന് ചോദിക്കുമ്പോൾ കലവൂര് കൃപാസന മാതാവ് എന്നാണ് ഈ മകൻ മറുപടി പറയുക. അതുകൊണ്ട് തന്നെയാണ് സമയബന്ധിതമായി നമുക്ക് കാര്യങ്ങൾ നടന്നു കിട്ടുന്ന എത്രയോ സംഭവങ്ങൾ, എത്രയോ അനുഭവ സാക്ഷ്യങ്ങൾ കൊണ്ട് യൂട്യൂബ് മൊത്തം
സമ്പൂർണ്ണമാണ്. അതായത് അത്രയേറെ സാക്ഷ്യങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ നമുക്കുണ്ട്. അങ്ങനെ ഈ മകന് തനിക്കുള്ള ആ ഏറ്റവും വലിയ ഒരു തൻ്റെ ആവശ്യം അത് നടന്നു കിട്ടുന്നു. അതാണ് ടൈം ഷോർട്ടനിങ്. പിന്നീട് അങ്ങോട്ട് തൻ്റെ ഒരു അസുഖം മാറുന്നത് 13 വയസ്സിൽ തുടങ്ങിയത്, അതും ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് ഇന്ന് വരെ തനിക്കുണ്ടായിട്ടില്ല. വീണ്ടും മൊബൈൽ ഫോൺ കാണാതെ പോകുമ്പോൾ അത് കണ്ടു കിട്ടുന്നത് തൻ്റെ പപ്പയുടെ 60 വർഷമായ പുകവലി അത് ഒറ്റ നിമിഷം കൊണ്ട് മാറുകയാണ്. ഉടമ്പടി തൈലം പപ്പയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. പിന്നീട് അത് ഉണ്ടായിട്ടില്ല പിന്നീട് ഇന്ന് വരെ 1.5 വർഷമായി ഇന്ന് വരെയും അതിന് അങ്ങനെ ഒരു സ്മോക്കിങ് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. തനിക്കും തൻ്റെ കുടുംബത്തിനും ദൈവം ചെയ്ത കൃപകൾക്ക് നന്ദി പറയുമ്പോൾ എങ്ങനെ താൻ ഉടമ്പടി ജീവിക്കുന്നു, കൃപാസന പത്രം അതാണ് ദൈവത്തിൻ്റെ മഹത്വം പ്രകടമാക്കുന്നതിന് ഈ മകൻ കൊണ്ടു നടന്നു കൊടുക്കുന്നത്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും കൊടുക്കുന്നു. തമിഴ് പത്രം തമിഴ്നാട് ബോർഡറുകളിൽ കൊടുക്കുന്നു. ബംഗാളി പത്രം ബംഗാളികളായിട്ടുള്ള ജോലിക്കാർക്ക് കൊടുക്കുന്നു. എവിടെയൊക്കെ താൻ പോകുന്നു അവിടെയൊക്കെ കൃപാസന പത്രവും കൊണ്ട് പോകുന്നു. അവരോടൊക്കെ സ്നേഹത്തോടെ ദൈവസ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞ് അവർക്കെല്ലാം പത്രം കൊടുത്ത് അവരെയൊക്കെ ഈശോയ്ക്ക് വേണ്ടി നേടുകയാണ്. താൻ മൂലം ഇവിടെ എത്രയേറെ പേര് വന്നു, എത്രയേറെ പേർക്കൊക്കെ അനുഭവങ്ങൾ കിട്ടി, എല്ലാം ഈ മകൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 17-ാം അധ്യായത്തിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ട്, സർവശക്തനായ ദൈവമാണ് ഞാൻ, എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക, നീയുമായി ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും. ഈ വാഗ്ദാനം ഇന്ന് നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് 1-2 പേർക്കല്ല, ഉടമ്പടി എടുക്കുന്ന എല്ലാവർക്കും ഇത് ലഭിക്കും. നാമാണ് ഇത് വാങ്ങിച്ചെടുക്കേണ്ടത്. നമുക്കതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും ഉടമ്പടി ചൊല്ലുന്ന പ്രാർത്ഥനയല്ല ചെയ്യുന്ന പദ്ധതിയാണെന്ന് ഓർത്തുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താം. കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.